2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കിയ ശേഷമുള്ള ആദ്യ ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ വനിതാ എംപിമാരുടെ എണ്ണം കൂടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 2019 തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എംപിമാരുടെ എണ്ണം കുറവാണ്. ഈ വർഷം പാർലമെന്റിലെ 543 എംപിമാരിൽ 74 പേരും വനിതാ എംപിമാരാണ്. 2019 ഇത് 78 ആയിരുന്നു. ലോക്സഭയിലെ 33% വനിതാ സംവരണം പരിഗണിക്കുകയാണെങ്കിൽ ഈ വർഷത്തെ 74 വനിതാ എംപിമാരുടെ എണ്ണം നോക്കുമ്പോൾ 13.63%. മാത്രമല്ല, പാർലമെന്റിലെ വനിതാ എംപിമാരുടെ വളർച്ചാ നിരക്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മന്ദഗതിയിലുമാണ്. തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ നിന്നും 11 വനിതാ എംപിമാരെ ഡൽഹിയിലേക്ക് അയച്ചിട്ടുണ്ട്. ഡൽഹിയിലെ 7 എംപിമാരിൽ 2 പേർ വനിതകളാണ്. മഹാരാഷ്ട്രയിൽ നിന്നും 7 വനിതാ എംപിമാരാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഉത്തർപ്രദേശിൽ 7 വനിതാ എംപിമാരുണ്ട്. 5 വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മേഘാലയ, നാഗാലാൻഡ്, സിക്കിം എന്നിവിടങ്ങളിൽ നിന്നും ഒരു വനിതാ എംപിയെ പോലും ഡൽഹിയിലേക്ക് അയക്കാൻ സാധിച്ചില്ല. ആൻഡമാൻ നിക്കോബാർ, ചണ്ഡീഗഡ്, ലഡാക്ക്, ലക്ഷദ്വീപ്, പുതുച്ചേരി, ജമ്മു കാശ്മീർ എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വനിതാ എംപിമാരില്ല. കേരളത്തിൽ നിന്നും ഗോവയിൽ നിന്നും ഇത്തവണ വനിതാ എംപിമാർ ആരും തന്നെയില്ല. ഇത്തവണത്തെ 74 വനിതാ എംപിമാരിൽ 43 പേരും ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആദ്യമായി ലോക്സഭയിലേക്ക് എത്തുന്ന എംപിമാരിൽ വനിതാ എംപിമാരുടെ എണ്ണം ആദ്യമായി പുരുഷ എംപിമാരെക്കാൾ കൂടുതലായി. 59% സ്ത്രീകളും 52% പുരുഷന്മാരുമാണ് ആദ്യമായി എംപിമാരാകുന്നത്. 5 വനിതാ എംപിമാർ 30 വയസ്സിന് താഴെയുള്ളവരുമാണ്.